ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന വാക്കുകൾ ഉയർന്നത് മാത്രം ഓർമ്മയുണ്ട്. ജനാരവം, സദസ്സിൽ നിന്നും കൂട്ടക്കരഘോഷം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ സുനാമി പോലെ ജനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുകയാണ്. അവർക്ക് നടുവിൽ നിന്ന് കേരളത്തിന്റെ 24ാം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. അതായത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേറ്റിരിക്കുന്നു. മാത്രമല്ല സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധി എം.പി, പ്രിയങ്ക ഗാന്ധി എം.പി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മറ്റ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സാന്നിധ്യവും ഏവരും നോട്ട് ചെയ്യുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. അനൂപ് ജേക്കബ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഷിബു ബേബി ജോൺ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. RSP സംസ്ഥാന സെക്രട്ടറിയായ ഷിബു സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവമാണ്. മോൻസ് ജോസഫ് ദൈവനാമത്തിലാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കെ മുരളീധരന്റെ സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിലായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തലയെ ആലിംഗനം ചെയ്തു രാഹുൽ ഗാന്ധി. അത്തരത്തിൽ വളരെ കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ അരങ്ങേറുന്നുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി UDF സർക്കാർ അധികാരം ഏറ്റെടുക്കാനിരിക്കെ നിറഞ്ഞു കവിഞ്ഞിരുന്നു സെൻട്രൽ സ്റ്റേഡിയം. അതായത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഒരു ജനസാഗരമായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. സ്റ്റേഡിയത്തിനുള്ളിലെ ഇരിപ്പിടങ്ങളിൽ ഭൂരിഭാഗവും രാവിലെ തന്നെ നിറഞ്ഞിരുന്നു. പുറത്ത് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നീണ്ട നിരയുണ്ടായിരുന്നു. കൊടിതോരണങ്ങളും ബാനറുകളും ഫ്ലക്സുകളും അടക്കം പ്രവർത്തകർ എത്തിയിരുന്നു. പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. പാസ് ഉള്ളവരെ മാത്രമാണ് ബാരിക്കേഡ് കടത്തിവിടുന്നത്. എന്തായാലും 21 അംഗ മന്ത്രിസഭ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. നിരവധി പേർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ കാണുവാൻ, അതിന് സാക്ഷിയാകുവാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ AP അനിൽകുമാർ ദൈവത്തിന്റെ നാമത്തിൽ സത്യവാചകം ചൊല്ലിയിരിക്കുകയാണ്. CP ജോൺ സഗൗരവം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റിരിക്കുകയാണ്. അതുപോലെ തന്നെ മോൻസ് ജോസഫ് അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു രമേശ് ചെന്നിത്തല അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ, അതായത് ആ സത്യവാചകം പറയുന്നതും അത് വലിയൊരു ആരവത്തിനിടയിൽ വലിയൊരു ശ്രദ്ധേയമായി മാറുകയുണ്ടായി. എന്തായാലും ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എന്തായാലും എത്തിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും 21 അംഗ മന്ത്രിസഭ, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ മുഖ്യമന്ത്രി അടക്കം 14 പേർ ആദ്യമായി മന്ത്രിമാരാകുന്നവരാണ്. മന്ത്രിമാരുടെ പട്ടിക ഇന്നലെ സതീശൻ ഗവർണർക്ക് കൈമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.